കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതക കേസിൽ കൊല്ലപ്പെട്ട വിജയകുമാർ മീര ദമ്പതികളുടെ സംസ്കാര നടപടികൾ പുരോഗമിക്കുന്നു. വീട്ടുവളപ്പിലാണ് സംസ്കാരം നടക്കുന്നത്. കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ രാവിലെ പൊതുദർശനം നടത്തിയിരുന്നു. മന്ത്രി വി എൻ വാസവൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അടക്കമുള്ളവർ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. വിവരങ്ങൾ നൽകാൻ സനോജ് സുരേന്ദ്രനുണ്ട്. സനോജ്, ഈ വൈരാഗ്യമാണ് ഇങ്ങനെ ഒരു ഇരട്ട കൊലപാതകത്തിലേക്ക് പ്രതിയെ എത്തിച്ചത്. അപ്പോൾ ആ നാടടക്കം വലിയ ഞെട്ടലിൽ തന്നെയായിരുന്നു. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ എങ്ങനെ? സംസ്കാര ചടങ്ങുകൾ 4:30 കൂടി പൂർത്തിയായിട്ടുണ്ട്. ഈ കൊല്ലപ്പെട്ട വിജയകുമാറിൻ്റെ തിരുവാതുക്കലിലെ വസതിയിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. വിദേശത്തുള്ള മകൾ നാട്ടിലേക്ക് മടങ്ങിയെത്തുവാൻ താമസിച്ചതിനെ തുടർന്നാണ് ഈ സംസ്കാര ചടങ്ങുകൾ നീണ്ടുപോയത്. കഴിഞ്ഞ ദിവസമാണ് മകൾ വിദേശത്തുനിന്നും നാട്ടിലെത്തിയത്. ഇതിനെ തുടർന്ന് ഇന്ന് സംസ്കാര ചടങ്ങുകൾ നടത്തുവാൻ നേരത്തെ നിശ്ചയിക്കുകയായിരുന്നു. അതുപ്രകാരം രാവിലെ 8:30 കൂടി ഇരുവരുടെയും ഭൗതികദേഹം ഈ വിജയകുമാറിൻ്റെ ഉടമസ്ഥതയിലുള്ള കോട്ടയം നഗരത്തിന് സമീപത്തെ ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ കൊണ്ടുവന്നു. അവിടെ 10:30 വരെ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണവും പൊതുദർശനവും ഉണ്ടായിരുന്നു. പിന്നീട് അവിടെ നിന്നും മൃതദേഹം നേരെ കൊണ്ടുപോയത് തിരുവാതുക്കലിലെ വിജയകുമാറിൻ്റെ വസതിയിലേക്കാണ്. അവിടെയാണ് ഈ ഇരു കൊലപാതകങ്ങളും നടന്നത്. അവിടെ മൃതദേഹം എത്തിച്ച് പിന്നീട് അവിടെ മന്ത്രി വി എൻ വാസവൻ, ഒപ്പം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തിയാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചത്. അവിടെയും പൊതുദർശനം 4 മണി വരെ നീണ്ടു. പിന്നീടാണ് 4 മണിക്ക് സംസ്കാര ചടങ്ങിന് മുന്നോടിയായിട്ടുള്ള പൂജാകർമ്മങ്ങളൊക്കെ നടന്നത്. അതിനുശേഷം വീട്ടുവളപ്പിൽ തന്നെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. നിരവധി ആളുകളാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ വിജയകുമാറുമായി ഏറെ അടുപ്പം പുലർത്തിയിരുന്ന നിരവധി ആളുകൾ അവിടെ എത്തി രണ്ടുപേർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചു. എന്തായാലും കേസന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി മുന്നോട്ട് പോവുകയാണ്. പ്രതി അമിത് ഉറാങ് നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ട തെളിവെടുപ്പുകൾ പൂർത്തിയാക്കി ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ തെളിവെടുപ്പ് നടത്തുവാൻ വേണ്ടിയാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. ഇതുപ്രകാരം കഴിഞ്ഞ ദിവസം കോടതിയിൽ കസ്റ്റഡി അപേക്ഷ പോലീസ് സമർപ്പിച്ചിട്ടുണ്ട്. 4 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ കസ്റ്റഡി ലഭിക്കുകയാണെങ്കിൽ പ്രതി കൊല നടത്തുന്നതിന് മുന്നോടിയായി താമസിച്ചിരുന്ന റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ലോഡ്ജിലെത്തിച്ചും ഒപ്പം തന്നെ ഈ വീടിൻ്റെ മുൻവശത്തെ കതക് തുറക്കാൻ വേണ്ടി പ്രതി കയ്യിൽ കരുതിയ കമ്പി വാങ്ങിയ കടയിലും എത്തിച്ച് പരിശോധനയും തെളിവെടുപ്പ് നടത്തുവാൻ വേണ്ടിയാണ് പോലീസിൻ്റെ തീരുമാനം. ഈ കേസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ കേസിൽ ദൃക്സാക്ഷികളില്ലാത്ത കേസാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും സാഹചര്യ തെളിവുകളും കോടതിയിൽ എത്തിക്കാനാണ് പോലീസിൻ്റെ നീക്കം. കഴിഞ്ഞ ദിവസം പ്രതി കൊല നടത്താൻ പോകുന്നതും കൊല നടത്തിയതിനു ശേഷം DVRുമായി കടന്നു പോകുന്നതുമായുള്ള CCTV ദൃശ്യങ്ങൾ കൈരളി ന്യൂസാണ് ആദ്യം പുറത്തുവിട്ടത്. ഈ ദൃശ്യങ്ങൾ കൂടി ശേഖരിക്കാൻ ജില്ലാ പോലീസ് മേധാവി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളും, അതായത് പ്രതി കൊല നടത്തിയതിനു ശേഷം വിജയകുമാറിൻ്റെ വീട്ടിലെ CCTVയുടെ DVRുമായി പോകുന്നതിൻ്റെ CCTV ദൃശ്യം ഏറെ നിർണായകമാണ്. ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരമാവധി ശേഖരിച്ച് കോടതിയിൽ എത്തിക്കാനാണ് പോലീസിന്റെ നീക്കം. അങ്ങനെ അർഹമായ സനോജ് സുരേന്ദ്രൻ നൽകിയത്. കോട്ടയം ഇരട്ടക്കൊലപാതകത്തിൽ ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ട്.